സത്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് കറക്റ്റ് ചെയ്താൽ, ഈ സെറ്റിങ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ വിട്ടുചില്ല് പോലെ കരിപ്പ് ഉടമ്പടി. കാര്യം ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നഥാനിയേലിനെ കണ്ട കഥ അറിയാമല്ലോ. നഥാനിയേൽ, ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടിട്ട് ഫിലിപ്പോസ് അപ്പോസ്തലൻ നഥാനിയേലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നഥാനിയേലോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ നഥാനിയേലോട് പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതെ, നഥാനിയേലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ ആൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി. ഇതൊരു അപകട മേഖലയാണ്. നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും, നിനക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും. നിഷ്കപടനാണെങ്കിൽ അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും. നഥാനിയേൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥ ഇസ്രായേൽക്കാരുമുണ്ട്, അയാഥാർത്ഥ്യമായ ആൾക്കാരുമുണ്ട്. അപ്പോഴേ നഥാനിയേൽ ഈശോയോട് ചോദിക്കും, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട്. എന്താണ് പറയുന്നത്? നീ അത്തിവൃക്ഷത്തിൻ്റെ, ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടുവെന്നാണ്. ഇത് ചുമ്മാ കളിയല്ല. നീ വിശ്വാസത്തിലൂടെ, ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും, അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും, ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല, ഫിലിപ്പോസ് മുഖേനയല്ല, ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും. അത് ഭയങ്കര വിളിയല്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത്. കർത്താവ് അത് അംഗീകരിക്കണില്ല. ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്, നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത്. മനസ്സിലായോ? സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത്. വിഷയം മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത്? ദൈവമാണ്. അതാണ് യോഹന്നാൻ പറയണത്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിട്ട് വിടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:19. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. പറഞ്ഞേ, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ക്ലിയർ അല്ലേ? ആദ്യം നീ കൃപാസനം പത്രമല്ല കണ്ടത്, ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത്, ആദ്യം നീ നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല. ആദ്യം ചെയ്തത് നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരുമല്ല. പിന്നെ ആരാണ്? കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു, കൈ സാക്ഷിയാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇതിനോട് ചേർന്ന് പോകുന്ന വചനമാണ് യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. മനുഷ്യൻ്റെ ഒരു പോക്കൃതരം കണ്ടില്ലേ? ഇതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ നഥാനിയേൽ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്?
അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, അതാണ് യോഹന്നാൻ 1:50, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രോട്ടോക്കോൾ അല്ല, അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത്. നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം, എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ. ഇതാണ് പ്രശ്നം. പല ആൾക്കാരും പണി മേടിക്കണം അങ്ങനെയാണ്. അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ, ഞാൻ ഉപവസിക്കാവേ, ഞാൻ രോഗികളെ പോയി കാണാവേ, ഞാൻ ആശുപത്രിയിൽ പോകാവേ എന്ന് എന്താണ്, എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ. ജപ്തി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക വിളിക്കുകയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ, ഇതിനാണ് ദുഷ്ടൻ, മടിയൻ, ഹിപ്പോക്രാറ്റ്സ്, അവിശ്വസ്തൻ എന്നൊക്കെ പറയണത്. ആരാണ്? ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും. കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തൻ പറഞ്ഞില്ലേ? ആരാണ്? പിശാച്. അതാ പ്രശ്നം. ഉടമ്പടി എടുത്തതിൽ 50% പിശാചുകളുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്ന് പറയണത്. ഇപ്പം ഈശോ എന്താ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസം വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ, കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്. കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്? സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണം. എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലയിൽ അനുതപിക്കാം, പക്ഷെ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങൾ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിൻ്റെ സന്തതികളാണ്. ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ സന്തതിയാണ്. ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് 1ാം സ്ഥാനം കൊടുത്താൽ, നിയോഗങ്ങൾക്ക് 2ാം സ്ഥാനവും നിബന്ധനകൾക്ക് 1ാം സ്ഥാനവും കൊടുത്താൽ നീ അനുതപിച്ചിരിക്കുന്ന അർത്ഥം. അതാണ് നീ സുവിശേഷത്തെ വിശ്വസിച്ചിരിക്കണമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മർക്കോസിൻ്റെ 1:15. ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാളുപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള ജീവിത പുനഃക്രമീകരണക്കും നീ 1ാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. 16:15 മർക്കോസ്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം. മനസ്സിലായില്ലേ? സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ്. കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് അവസാനിപ്പിക്കുന്ന 16:15 എന്താ പറയണത്? ലോകം മുഴുവൻ പോവുക, സുവിശേഷം കൈമാറുക. എന്ന് വെച്ചാൽ ബൈബിളിലെ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും. സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ, മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ്. ദാറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം നിന്നോട് നീ ഉടമ്പടി എടുക്കണം എന്ന് ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരവുമുള്ളൂ. കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത്
ഫിലിപ്പിയർ 3:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഫിലിപ്പി 3:20. ഫിലിപ്പിയർ 3:20. ഭൗമികമായത് മാത്രം എന്ന് പറഞ്ഞേ, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ 2 പൗരത്വമുണ്ട്. മനസ്സിലായില്ലേ? പൗരത്വം എ ഗ്രേഡ് ഉണ്ട്, പൗരത്വം ബി ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന പ്രശ്നം. അതായത് നിൻ്റെ കാര്യം, നിൻ്റെ വീട്, നിൻ്റെ വയറ്, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ നാട്ടുകാരൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ്, ഭൗമിക പൗരത്വമാണ്. ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ജീവിതത്തെ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീൻസ് 2ാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത്. 2ാം പൗരത്വം. 1ാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസിയുടെ 1ാം പൗരത്വം എന്താണ്? ഫിലിപ്പിയർ 3:20. അതെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മൾ ക്ഷമിക്കും, സഹിക്കും, അതുപോലെ തന്നെ വിട്ടുകൊടുക്കും, വേണ്ട കളയെന്ന് വെക്കും, കളപ്പോട്ട് എന്ന് പറയും. ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം. എന്താണ്? നിത്യത ഉന്നം വെച്ചുകൊണ്ടും മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോർട്ടറിങ് നടക്കും, നോട്ട് ബൈ മെറിറ്റ് നടക്കും, പ്രസൻസ് ഉണ്ടാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നടക്കുന്നത്? ഒരാവശ്യമില്ല. പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും. ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഓരോ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു, അർഹരാകുന്നു. ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ. എല്ലാവരും എഴുന്നേൽക്കുക. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ